പെൺകുട്ടികൾ ഇന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ 4 മക്കളും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. തിരിച്ചറിവുള്ള മുഖങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിനവിടെ പലപ്പോഴും നിങ്ങൾ കാണും പിള്ളേർ വന്ന് വീട്ടിൽ ചാടി കയറിയ സംഭവം പലതും ഉണ്ടാവാറുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, രാത്രി ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന വഴി മൂത്ത മോളും ഇഷാനിയും ഹൻസികയായിട്ട് കാറിൽ വരുന്നു. ഒരാൾ മരുതൻകുഴി പാലത്തിന് തൊട്ട് മുമ്പ് ലൈറ്റ് അടിക്കുന്നു, കൈ കാണിക്കുന്നു. ഇവരെന്താണെന്നറിയാതെ ഈ വണ്ടി കൊണ്ട് നിർത്തുന്നു. തടഞ്ഞു നിർത്തി തെറി വിളിക്കുന്ന വീഡിയോ വരെ ഇതെടുത്തു വെച്ചു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നറിയില്ല. പിള്ളേർ പേടിച്ചു പോകുക. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഞാൻ തരാം. ആളായിരുന്നു പോലും അറിയില്ല. പിള്ളേർ പേടിച്ചിട്ട് നമ്പർ എടുക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നില്ല. അപ്പോൾ വീഡിയോ എടുത്തു തുടങ്ങി പറയുന്നത് ഞാൻ കൃഷ്ണകുമാറിൻ്റെ ഫ്രണ്ടാണ്, നീ സൂക്ഷിച്ചു പോക്കണം എന്തൊക്കെയോ പറയുന്നു. ഇവർ പേടിച്ചു പോകാതെ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അടിക്കാൻ വന്നതാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്തരം കുറേ സംഭവം എൻ്റെ കൂടെ നടക്കുക. ഇതുവരെ ഈ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാനാണെങ്കിൽ കുറേ ഇതിന് വീഡിയോ എവിഡൻസ് വരെ ഞാൻ തരാം. ഇയാൾ ആരെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവരുമായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ? നമ്മൾ സ്വാഭാവികം വിചാരിക്കുന്നത് ഈ കുട്ടികൾ എങ്ങനെ രാത്രി കിടന്നുറങ്ങും? നിങ്ങളൊന്ന് ആലോചിക്കുക. വീട്ടിൻ്റെ വെളിയിൽ ഒരു ശബ്ദം കേട്ടാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരും. ഈ തന്തേ തള്ളയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കണം, ഈ തന്തേ തള്ളയെ ആരടുത്ത് നമ്മൾ ചെന്ന് നമ്മുടെ പരാതി പറയും, വേദന പറയും. മനുഷ്യൻ പ്രഷറിലാണ് ഇവിടെ മരിച്ചു പോകുന്നത്. അറിയോ? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന സ്ട്രെസ്സാണ്. സ്ട്രെസ് കൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ ഷൂട്ടിങ്ങിനും മറ്റും പോകുന്നു. ഇപ്പം നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒരാൾ വന്ന് മുഖത്ത് കുറച്ച് ആസിഡ് ഒരു ഒഴിച്ചാൽ ഏതെങ്കിലും ക്രിമിനൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് എൻ്റെ മക്കൾക്ക് മാത്രമല്ല, നിങ്ങൾ ഇതിനകത്ത് നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ, എൻ്റെ മക്കളുടെ പ്രായം പോലും കാണത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.